മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെൻറ്റ് അഥവാ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ, ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ട്രെയ്റ്റിൻ്റെ ആ ഒരു സ്റ്റഡി, ജെനറ്റിക്സിൻ്റെ സ്റ്റഡി അല്ലെങ്കിൽ മോണോ ഹൈബ്രിഡ് ക്രോസിൽ നിന്ന് മെൻഡലിന് 2 ലോസ് പുട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റി. ആ 2 ലോസാണ് മോണോ ഹൈബ്രിഡ് ക്രോസിൽ നിന്ന് മെൻഡലിന് കൊണ്ടുവന്ന 2 ലോ ആണ്. ഒന്ന് ലോ ഓഫ് ഡോമിനൻസ്, രണ്ടാമത്തെ ലോ ഓഫ് സെഗ്രിഗേഷൻ. സോ ഈ മെൻഡൽ കൊണ്ടുവന്ന ഈ 2 ലോകളെയും നമ്മൾ വിളിക്കുന്ന പേര് പ്രിൻസിപ്പിൾസ് ഓർ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഭയങ്കര ഫേമസ് ആയിട്ട് ഇപ്പോഴും നമ്മൾ അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. മെജോറിറ്റി ജെനറ്റിക്സിൽ നമ്മൾ പറയുന്ന ആ ലോസ്, കോമൺ ആയിട്ട് പറയുന്ന പ്രിൻസിപ്പിൾസ് ഓർ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, എങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് നടക്കുന്നത്, എന്താണ് ഹെറിഡിറ്റി, അതിൻ്റെ പ്രിൻസിപ്പിളിനെ പറയുന്ന 2 ലോകളാണ് മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെൻറ്റിൽ നിന്ന് തന്നെ മെൻഡലിന് കിട്ടിയത്. ഒന്നാമത്തത് ലോ ഓഫ് ഡോമിനൻസ്, രണ്ടാമത്തത് ലോ ഓഫ് സെഗ്രിഗേഷൻ. സോ ലോ ഓഫ് ഡോമിനൻസിൽ പറയുന്നത് വെൻ 2 കോൺട്രാസ്റ്റിംഗ് ഫാക്ടേഴ്സ്, കോൺട്രാസ്റ്റിംഗ് എന്താ, എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ഫാക്ടറുകൾ, ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു ജീനാണ് ഉദ്ദേശിക്കുന്നത്. സോ മെൻഡലിൻ്റെ സമയത്ത് എന്താണെന്ന് വെച്ചാൽ മെൻഡലിന് ഈ ജീൻ എന്ന് പറഞ്ഞ ആ ഒരു ടേം അറിയില്ല. സോ മെൻഡൽ ആ ജീനിന് പകരമായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ടേമാണ് ഫാക്ടർ. സോ ഇവിടെ ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ജീനിനെയാണ്. പിന്നീടാണ് അത് ജീന്, ന്യൂക്ലിയസ്, അങ്ങനത്തെ സ്ട്രക്ചറുകളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വന്നത്. സോ അന്ന് അതിന് ജീൻ എന്ന് പേരില്ല. അതുകൊണ്ട് മെൻഡൽ അതിൻ്റെ ഡിനോട്ട് ചെയ്ത ടേമാണ് ഫാക്ടർ. സോ 2 കോൺട്രാസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഫോർ എ ക്യാരക്ടർ. ഒരു ക്യാരക്ടറിൻ്റെ നമ്മൾ പറഞ്ഞ സ്റ്റെം ഹൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ഹൈറ്റിൽ ഒന്ന് ടോള് ഒന്ന് ഡ്വാർഫ്, രണ്ടും എന്തായിരുന്നു, കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള, ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. സോ 2 കോൺട്രാസ്റ്റിംഗ് ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ആർക്ക്, ഒരു ക്യാരക്ടർ സ്റ്റെം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ 2 കോൺട്രാസ്റ്റിംഗ് ഫാക്ടറുകൾ വരുമ്പോൾ നമ്മുടെ മൈൻഡിൽ വന്നാൽ മതി ടോളും ഡ്വാർഫും. അങ്ങനെ വരികയാണെങ്കിൽ ആർ ഫൗണ്ട് ടുഗദർ വൺ ഡോമിനൻ്റ് ഓവർ ദ അതർ. അങ്ങനെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരെണ്ണം, ഒരു ഫാക്ടർ മറ്റൊരു ഫാക്ടറിനെ മേലെ ഡോമിനേറ്റ് ചെയ്യുന്നത് കാണാം. അതാണ് ലോ ഓഫ് ഡോമിനൻസ് പറയുന്നത്. നമ്മൾ പറഞ്ഞത് തന്നെയാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി, പ്യുവർ ടോള് പ്യുവർ ഡോർഫ്. ക്രോസ് ചെയ്തപ്പോൾ F1 നമുക്ക് എല്ലാം ടോളാണ് കിട്ടിയത്. സോ നമ്മുടെ ഈ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞത് ഡോമിനൻ്റ് ഫാക്ടറായിരുന്നു, ഈ സ്മോൾ ടി എന്ന് പറഞ്ഞത് റിസസീവ് ഫാക്ടറായിരുന്നു. സോ F2 നമ്മൾ ഇതിനെ സെൽഫ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു, 1:2:1. അതായത് നമ്മൾ ഡോമിനൻ്റ് ട്രേറ്റും റെസിസീവ്. ആദ്യത്തിൽ നമുക്ക് ഡോമിനൻ്റ് ട്രേറ്റ് മാത്രമേ എക്സ്പ്രസ്ഡ് ആയിട്ട് വന്നുള്ളൂ, അതുകൊണ്ട് എല്ലാം ടോളായിരുന്നു. F2 ഡോമിനൻ്റ് ട്രേറ്റ് 1, 2, 3. സോ 3 ടോള് കിട്ടി, ഒരെണ്ണം റെസിസീവ് ട്രേറ്റ് കിട്ടി. സോ റെസിസീവ് ട്രേറ്റ് ഒരുമിച്ച് ഹോമോസൈഗസ് ആയിട്ട് കണ്ടീഷനിൽ വന്നാൽ മാത്രമേ അവർക്ക് എക്സ്പ്രസ്ഡ് ആവുള്ളൂ. അതേസമയം റെസിസീവ് ട്രേറ്റിൻ്റെ കൂടെ ഒരു ഡോമിനൻ്റ് ട്രേറ്റ് വന്നു കഴിഞ്ഞാൽ അത് എക്സ്പ്രസ്ഡ് ആവില്ല. റെസിസീവ് ട്രേറ്റ് 2 ഹോമോസൈഗസ് ആയിട്ട് വന്നാൽ മാത്രമേ അത് എക്സ്പ്രസ്ഡ് ആവുള്ളൂ. അങ്ങനെ ഡോമിനൻ്റ് ട്രേറ്റ് നമുക്കിവിടെ പറഞ്ഞത് നമ്മൾ ക്യാപിറ്റൽ ടിയും റെസിസീവ് ട്രേറ്റ് സ്മോൾ ടി ആണെന്ന് മനസ്സിലായി. ഓഫ് ലോ ഓഫ് ഡോമിനൻസ് നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇത്രയൊക്കെയാണ് ലോ ഡോമിനൻസിൻ്റെ ഫീച്ചേഴ്സ്. ഒന്നാമതായിട്ട് പറയുന്നത് എവറി ജനറ്റിക് ക്യാരക്ടർ, ഓരോ ജനറ്റിക് ക്യാരക്ടറും കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കോൾഡ് ഫാക്ടർ. ഓരോ ക്യാരക്ടറും നമ്മൾ ജനറ്റിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്നതാരാ, നമ്മൾ പറഞ്ഞ ഹെയർ കളർ ആവാം, ബോഡി ഷേപ്പ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഐ കളർ ആവാം, ഹൈറ്റ് ആയിരിക്കാം, എന്ത് ക്യാരക്ടറും ആയിക്കോട്ടെ, ഓരോ ജനറ്റിക് ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് യൂണിറ്റുകളാണ്. ആ യൂണിറ്റുകളെ വിളിക്കുന്ന പേരാണ് ഫാക്ടർ. മെൻ്റലി യൂസ് ചെയ്ത ടേമാണ് ഫാക്ടർ. ഇപ്പോൾ നമുക്കറിയാം എന്താണ് അത്, ജീൻ. സോ ഓരോ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ജീനുകളാണ്. ജീനുകളാണ് ഏത് ക്യാരക്ടറാണ് എക്സ്പ്രസ്ഡ് ആവേണ്ടത്, ഏത് ക്യാരക്ടർ എക്സ്പ്രസ്ഡ് ആവേണ്ട എന്ന് തീരുമാനിക്കുന്നത്. സോ അതാണ് ആ ലോ ഓഫ് ഡോമിനൻസിൻ്റെ ആദ്യത്തേത്. എന്താണ്, ഓരോ ജനറ്റിക് ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഡിസ്ക്രീറ്റ് യൂണിറ്റുകളായ ഫാക്ടറുകളാണ്. ആ ഫാക്ടറാണ് നമ്മളിപ്പോൾ പറയുന്ന, ഇപ്പോൾ നമുക്കറിയുന്ന ജീൻ എന്ന് പറയുന്നത്. സോ ഓരോ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ജീനുകളാണ്. ഇനി രണ്ടാമത്തത്, ഈ പറഞ്ഞ ഫാക്ടർ അഥവാ ജീനുകൾ എപ്പോഴും ഒക്കർ ചെയ്യുന്നത് പെയറുകളായിട്ടാണ്. ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസം അതിൽ 2n ക്രോമസോം കണ്ടീഷനുള്ള ഓർഗാനിസത്തിലൊക്കെ ഈ ക്യാരക്ടറുകൾ, അതായത് നമ്മുടെ ഈ ജീൻ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ അല്ലെങ്കിൽ ഫാക്ടർ ഒക്കെ പെയറുകളായിട്ടാണ്. അതാണ് നമ്മൾ ക്യാപിറ്റൽ ടി പെയറുകളായിട്ടാണ് കാണുന്നത്. സ്മോൾ ടി. സോ ഡ്വാർഫ് എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ പെയറുകളായിട്ട് കാണുന്നു, ടോൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ പെയറുകളായിട്ട് കാണുന്നു. അങ്ങനെ ടോൾ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളാണ് ക്യാപിറ്റൽ ടി. ഡ്വാർഫ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളാണ് സ്മോൾ ടി.
അതാണ് രണ്ടാമത് ഫാക്ടർ ഒക്കർ ഇൻ പെയേഴ്സ്. അത് ഹോമോസൈഗസ് ആവാം, ഹെട്രോസൈഗസ് ആവാം. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ ഒരു ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ്, സിമിലർ അല്ലാത്ത പെയർ ഓഫ് ഫാക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി, അവർ സിമിലർ അല്ല, ഇത് സിമിലർ ആണ്, ഇത് സിമിലർ ആണ്, പക്ഷേ നമ്മുടെ F1 കിട്ടിയ ആ ഹൈബ്രിഡ് എന്തായിരുന്നു? ഡിസിമിലർ ആയിരുന്നു. സോ ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടറിൽ എന്താണ് സംഭവിക്കുന്നത്? വൺ മെമ്പേഴ്സ് ഓഫ് ദ പെയർ, ആ പെയറിൽ ഒരു മെമ്പർ ഡോമിനേറ്റ്സ് ദ അതർ. ഡോമിനേറ്റ് ചെയ്യുന്ന ആൾ ഡോമിനൻ്റ് എന്നും ആരെയാണോ ഡോമിനേറ്റ് ചെയ്യണേ അങ്ങനെ റെസിസീവ് എന്ന് പറയുന്നു. അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ, നമ്മളിവിടെ പറഞ്ഞതാണ്. ഇങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ F1 ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞ ഹൈബ്രിഡ്, F1 ഹൈബ്രിഡ് അല്ലെങ്കിൽ ഫീലിയൽ ജനറേഷനിലെ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ. നമുക്ക് കിട്ടിയ F1 ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ് ആണ്. എന്താണ് ഫാക്ടർ? ജീൻ. സോ ഡിസിമിലർ ആയിട്ട് രണ്ടും വേറെ വേലയാണ്. സോ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സിൽ എന്ത് സംഭവിക്കുന്നു? ഒരു ഫാക്ടർ എന്താ സംഭവിക്കുന്നത്? വൺ മെമ്പർ ഓഫ് ദ പെയർ. ഈ പെയറിൽ ഒരു മെമ്പർ ആരാണ്? ക്യാപിറ്റൽ ടി. ആളെന്ത് ചെയ്യുന്നു? ആ ഫാക്ടർ മറ്റേ പെയറിനെ ഡോമിനേറ്റ് ചെയ്യുന്നു. അതുമൂലം ഈ പെയർ എന്താവുന്നു? പെയറിൽ ഒരാൾ എന്ത് ചെയ്യുന്നു? സപ്രസ്ഡ് ആവുന്നു. സോ ഡോമിനേറ്റ് ചെയ്യുന്ന ആളാരാണ്? ക്യാപിറ്റൽ ടി. സപ്രസ്ഡ് ആളാവുന്ന ആരാണ്? സ്മോൾ ടി. സോ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ഒരു മെമ്പർ, വൺ മെമ്പർ, ഈ ഡിസിമിലറിൽ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ ഒരു മെമ്പർ എന്ത് ചെയ്യുന്നു? ഡോമിനേറ്റ്സ് ദ അതർ. ക്യാപിറ്റൽ ടി ആരെയും ഡോമിനേറ്റ് ചെയ്യുന്നത്? സ്മോൾ ടീനെ ഡോമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ ഡോമിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ F1 ജനറേഷനിൽ നമ്മളെന്താ പറഞ്ഞത്? ഇവരൊക്കെ ടോൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ? ടോൾ ഇന്ത്യൻ ഡോർഫിൻ്റെയും മിക്സഡ് ഫോം ആവാം, ബ്ലെൻഡിങ് എല്ലാം സംഭവിക്കുന്നത്. ഇത് ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ എന്ത് സംഭവിക്കുന്നു? ഡോമിനേറ്റ് ചെയ്യുന്നു. ആരാണോ ഡോമിനേറ്റ് ചെയ്തത് അവരെ ഡോമിനേറ്റ് എന്ന് പറയും. ആരെയാണോ ഡോമിനേറ്റ് ചെയ്തത്? സ്മോൾ ടീനെയാണ് ക്യാപിറ്റൽ ടി ഡോമിനേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഈ സ്മോൾ ടീനെ നമ്മൾ റെസിസീവ് ട്രേറ്റ് എന്ന് പറഞ്ഞു. സോ ഒരു ഡിസിമിലർ പെയർ ഓഫ് ക്യാരക്ടേഴ്സിൽ ഒരു മെമ്പർ, ആ പെയർ ഓഫ് ക്യാരക്ടേഴ്സിൽ ഒരു മെമ്പർ മറ്റു മെമ്പറിനെ ഡോമിനേറ്റ് ചെയ്യുകയും അടുത്ത മെമ്പർ സപ്രസ്ഡ് ആവുകയും ചെയ്യുന്നു. സോ അതാണ് ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ടു എക്സ്പ്ലെയിൻ എക്സ്പ്രഷൻ ഓഫ് ഓൺലി വൺ ഓഫ് ദ പാരൻ്റൽ ക്യാരക്ടേഴ്സ്. നമ്മുടെ പാരൻ്റൽ ക്യാരക്ടേഴ്സിൽ ഒരെണ്ണത്തിൻ്റെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യുന്നു? ലോ ഓഫ് ഡോമിനൻസ് ഇൻ എ മോണോ ഹൈബ്രിഡ് ക്രോസ് ഇൻ F1. സോ F1 നമുക്ക് കിട്ടിയത് മുഴുവൻ എന്തായിരുന്നു? ടോളായിരുന്നു. അതാണ് ടു എക്സ്പ്ലെയിൻ എക്സ്പ്രഷൻ ഓഫ് ഓൺലി വൺ ഓഫ് ദ പാരൻ്റൽ ക്യാരക്ടേഴ്സ്. ഈ പാരൻ്റൽ ക്യാരക്ടേഴ്സിലെ ഒരെണ്ണത്തിനെ മാത്രം എക്സ്പ്രസ് ചെയ്തു, ടോളിനെ മാത്രമേ എക്സ്പ്രസ് ചെയ്തുള്ളൂ. ഡ്വാർഫ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറും എക്സ്പ്രസ്ഡ് ആയില്ല. സോ F1 മോണോ ഹൈബ്രിഡിലെ F1 ഒരു ക്യാരക്ടറിനെ മാത്രം എക്സ്പ്രസ് ചെയ്യാനും ലോ ഓഫ് ഡോമിനൻസ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ എക്സ്പ്രഷൻ ഓഫ് ബോത്ത് ഇൻ F2. അതേസമയം F2 ആയപ്പോൾ എന്തായി? രണ്ട് ക്യാരക്ടേഴ്സും, അതേസമയം ഡ്വാർഫ് ഈ ക്യാരക്ടറും എക്സ്പ്രസ്ഡ് ആയി, അതുപോലെ ഈ ക്യാരക്ടറും എക്സ്പ്രസ്ഡ് ആയി. സോ ഇതാണ് പറഞ്ഞത് ടു എക്സ്പ്ലെയിൻ. എന്തിനാണ് ലോ ഓഫ് ഡോമിനൻസിൻ്റെ അഡ്വാൻറ്റേജ്? ഈ പറഞ്ഞ പാരൻ്റൽ ക്യാരക്ടേഴ്സിൽ ടോൾ എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സിനെ മാത്രമായിട്ട് F1 എക്സ്പ്രസ്ഡ് ആയി, എല്ലാം ടോളായി. F2 എന്തായി? ടോളും ഡ്വാർഫും ഒരുമിച്ച് എക്സ്പ്രസ്ഡ് ആയി, പക്ഷേ ഒരെണ്ണം മാത്രം റെസിസീവ് ആയിട്ട്. ഇപ്പോൾ 3 ടോളും എക്സ്പ്രസ്ഡ് ആയി, ഒരു ഡ്വാർഫും എക്സ്പ്രസ്ഡ് ആയി F2. അതേസമയം F1 ഓൺലി വൺ ഓഫ് ദ പാരൻ്റൽ ക്യാരക്ടേഴ്സ് മാത്രമേ എക്സ്പ്രസ്ഡ് ആയുള്ളൂ. F2 ടോളും എക്സ്പ്രസ്ഡ് ആയി, റെസിസീവും എക്സ്പ്രസ്ഡ് ആയി. ഇതിന് വേണ്ടിയിട്ടാണ് ലോ ഓഫ് ഡോമിനൻസ്. സോ എക്സ്പ്ലെയിൻ 3:1 റേഷ്യോ. F2 നമുക്ക് കിട്ടുന്നത് 3 ഡോമിനൻ്റ് 1 റെസിസീവ് ആയിട്ടുള്ള ഡ്വാർഫ് ക്യാരക്ടർ. ഇതാണ് ലോ ഓഫ് ഡോമിനൻസ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ലോ ഓഫ് ഡോമിനൻസ് പറഞ്ഞാൽ ഓരോ ക്യാരക്ടറിലെയും ഓരോ ജനറ്റിക് ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഫാക്ടറാണ്. ആ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ജീനാണ്. ആ ജീനുകൾ അല്ലെങ്കിൽ ഫാക്ടറുകൾ ഒക്കർ ചെയ്യുന്നത് പെയറുകളായിട്ടാണ്, 2 പെയറുകളായിട്ടാണ്. ഹോമോസൈഗസോ ഹെട്രോസൈഗസോ ആയിട്ടുള്ള പെയറുകളായിട്ടാണ് ആ ജീനുകൾ ഇരിക്കുന്നത്. അങ്ങനെ ഒരു ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടറുകളാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പറഞ്ഞ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇങ്ങനെ ഡിസിമിലർ പെയറായിട്ട് ആണ് ഇരിക്കണമെന്ന് വെച്ചാൽ ഒരു മെമ്പർ മറ്റേ പെയറിനെ ഡോമിനേറ്റ് ചെയ്യുന്നു, ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ ഡോമിനേറ്റ് ചെയ്യുന്നു. ഇത്രയുമാണ് ലോ ഓഫ് ഡോമിനൻസിൻ്റെ ആ ഒരു ലോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ, അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞ F1 ഒരു പാരൻ്റൽ ക്യാരക്ടേഴ്സ് മാത്രം മോണോ ഹൈബ്രിഡിൽ എക്സ്പ്രസ് ചെയ്യാനും, അതായത് എല്ലാം ടോളാണെന്നും, രണ്ടാമത്തതിൽ F2 രണ്ടിനെയും എക്സ്പ്രസ് ചെയ്യാനായിട്ട്, അതായത്
ഡൊമിനൻ്റ് ട്രേറ്റിന് റെസസീവ് ട്രേറ്റിനും എക്സ്പ്രസ് ചെയ്യാനും നമ്മുടെ ലോ ഓഫ് ഡോമിനൻസ് സഹായിക്കുന്നു. അപ്പോൾ 3:1 റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നത് ആരാണ്? 3:1 റേഷ്യോ എന്ന് പറഞ്ഞ സാധനം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ ലോ ഓഫ് ഡോമിനൻസ് ആണ്. സോ ലോ ഓഫ് ഡോമിനൻസ് വളരെ ഈക്വലി എല്ലാവരും യൂണിവേഴ്സലി ആക്സെപ്റ്റ് ചെയ്ത ഒരു പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് നമ്മുടെ മെൻഡലിൻ്റെ.